2026 തുടക്കത്തോടു കൂടി തന്നെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആകട്ടെ വാർത്തകളിൽ ഇടം പിടിക്കുകയാണ്. 2025 അവസാനത്തോടു കൂടി ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് മേൽ ട്രംപ് ടാരിഫ് ഭീഷണി മുഴക്കി രംഗത്ത് വന്നിരുന്നു. ഇന്ത്യക്ക് മേൽ ഉയർത്തിയ ടാരിഫുകളെ ഒന്നും തന്നെ വകവെക്കാതെ കൊണ്ടാണ് മോദിയുടെ നയതന്ത്രത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയത്, അതായത് ഇന്ത്യയിലെ കാര്യത്തിൽ. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ചില വാർത്തകളിലാകട്ടെ ടാരിഫ് യുദ്ധത്തിൽ നിന്നുമുള്ള വരുമാനത്തിന്റെ, അതായത് യുഎസിന് അമേരിക്കയുടെ വരുമാനത്തിന്റെ കണക്കുകളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച ഒരു കുറിപ്പിലാണ് ഈ ടാരിഫ് വരുമാനം പുറത്തുവിട്ടിരിക്കുന്നത്. ടാരിഫുകൾ $600 ബില്യൺ, അതായത് ഏകദേശം 54.12 ലക്ഷം കോടിയിലധികം വരുമാനം ഉണ്ടാകുമെന്നാണ് കണക്കുകളിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഡൊണാൾഡ് ട്രംപ് തന്റെ അധികാരങ്ങൾ ദുരുപയോഗം ചെയ്യുന്നുവെന്ന ആരോപണങ്ങളെ തുടർന്നുകൊണ്ട് നിയമപരമായ വെല്ലുവിളികൾക്കിടയിലാണ് ടാരിഫ് സംവിധാനം US സുപ്രീം കോടതിയുടെ പരിശോധനയിലാണ് എന്ന്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്കുള്ള കാര്യങ്ങൾ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. 2025 ട്രംപ് ആകട്ടെ വലിയ രീതിയിലാണ് വാർത്തകളിൽ ഇടം പിടിച്ചത്. 2026 അദ്ദേഹം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു. അതായത് വെനസ്വേലയിലെ സമീപകാല സൈനിക നടപടികളും പ്രസിഡന്റ് നിക്കോളാസിന്റെ അറസ്റ്റിനു ശേഷം വെനസ്വേലിയൻ എണ്ണ മേഖലയിലെ പ്രവേശനം അവകാശപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഊർജ്ജ മേഖലയിൽ ഒരു കോളിളക്കം സൃഷ്ടിക്കാനുള്ള പുറപ്പാടുകൾ, തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. ഇപ്പോൾ ടാരിഫുകൾ അമേരിക്കയ്ക്ക് $600 ബില്യൺ സമ്പാദിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം മറ്റൊരു അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി തന്നെ യുഎസിന്റെ ടാരിഫ് വരുമാനം $200 മുതൽ $220 ബില്യൺ വരെയാണ് എന്നാണ് കണക്കുകൾ. അത് നിരവധി റിപ്പോർട്ടുകളായി തന്നെ പുറത്തു വരികയും ചെയ്തു. ഈ കണക്കുകളെ കുറിച്ച് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ ഒരു പോസ്റ്റിൽ എഴുതിയത് മാധ്യമങ്ങൾ അത് ശേഖരിക്കുകയും എന്നാൽ ഈ വരുമാന ശേഖരണം അവഗണിക്കുകയാണ് എന്ന് കണക്കാക്കുകയും ചെയ്യുന്നു. US സുപ്രീം കോടതിയുടെ വരാനിരിക്കുന്ന ടാരിഫ് സംബന്ധമായ തീരുമാനത്തെ അത് സ്വാധീനിക്കാൻ ഈ കണക്കുകൾ കുറച്ചു കാണിക്കുന്നുണ്ട് എന്നതാണ് അദ്ദേഹത്തിന്റെ ആരോപണം. മാത്രമല്ല, എന്തുകൊണ്ടാകാം ഇത്തരത്തിൽ ടാരിഫ് കേസുകൾ സുപ്രീം കോടതിയിലേക്ക് എത്തുന്നതെന്നതും ഒരു ചോദ്യചിഹ്നമായിരുന്നു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ അധികാരങ്ങൾ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടോ എന്ന ആ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നതിനാൽ തന്നെ US സുപ്രീം കോടതി ടാരിഫ് വ്യവസ്ഥ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നതായിരുന്നു, അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് വ്യക്തമാക്കിയിരുന്നു. 2025 നവംബറിൽ കോടതി അവസാനമായി തന്നെ കേസ് പരിഗണിക്കുകയും അന്തിമ തീരുമാനം 2026 വരെ മാറ്റിവെക്കുകയും ചെയ്തു. എന്നിരുന്നാൽ പോലും തീരുമാനം എപ്പോൾ പ്രഖ്യാപിക്കുമെന്ന് കോടതി ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. കഴിഞ്ഞ വർഷം ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ, ചൈന, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങൾക്ക് 2025 ഏപ്രിൽ 2 മുതൽ തന്നെ പരസ്പര ടാരിഫ് ചുമത്തുമെന്ന് പ്രഖ്യാപനം നടത്തി. മറ്റു രാജ്യങ്ങൾ ചുമത്തുന്ന ഉയർന്ന ടാരിഫുകൾക്ക് മറുപടിയായി തന്നെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് തുല്യമായ ടാരിഫ് ചുമത്തുക എന്നതായിരുന്നു US പ്രസിഡന്റിന്റെ ടാരിഫ് നയത്തിന്റെ ലക്ഷ്യമായി പറയപ്പെടുന്നത്. വിമോചന ദിനം എന്ന് വിളിച്ചുകൊണ്ട് തന്നെ തുടർന്ന് ചില രാജ്യങ്ങളിൽ ചില ടാരിഫ് കയറ്റുമതിയും മറ്റുള്ളവയിൽ ചുമത്തിയവ വർദ്ധിപ്പിക്കുകയും ചെയ്യുകയാണ് ഇവിടെ ട്രംപ് അടുത്തിടെയായി തന്നെ ചെയ്തത്. എന്നാൽ ഇതിനെല്ലാം തന്നെ മറികടന്നുകൊണ്ട് ഇന്ത്യ അതിലും മികച്ചതായി തന്നെ മുന്നേറ്റം കാഴ്ചവെക്കുകയാണ്. എന്നാൽ ട്രംപ് ആകട്ടെ വലിയ രീതിയിൽ വീമ്പിളക്കുന്ന തരത്തിലാണ് അദ്ദേഹം ഇപ്പോൾ തങ്ങൾക്ക് ഈ ഒരു ടാരിഫിൽ നിന്നും ഇത്രയധികം വരുമാനം വരുമെന്ന കണക്കുകൾ ഒന്നുമില്ലെങ്കിൽ പോലും വലിയ രീതിയിലുള്ള കണക്കുകൾ സൂചിപ്പിച്ച് പെരുപ്പിച്ച് കാണിക്കാനുള്ള തത്രപ്പാട് ഉണ്ടായിരിക്കുന്നത് എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.